ഹലോ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോയിൽ എടുക്കുന്നത് വില്യം ബ്ലേക്കിൻ്റെ ദ ചിമ്നി സ്വീപ്പർ എന്ന പോയമാണ്. വില്യം ബ്ലേക്ക് ഇംഗ്ലീഷ് പോയറ്റാണ്, പെയിൻറ്ററാണ്, അതുപോലെ തന്നെ പ്രിൻ്റ് മേക്കർ കൂടെയാണ്. തൻ്റെ ജീവിതകാലത്ത് വലിയ തോതിൽ തിരിച്ചറിയപ്പെടാതെ പോയ ബ്ലേക്ക് റൊമാൻറ്റിക് ഏജിലെ പോയട്രിയുടെയും വിഷ്വൽ ആർട്ടിൻ്റെയും ചരിത്രത്തിലെ ഒരു പ്രധാന വ്യക്തിയായിട്ട് അദ്ദേഹം മാറി. അദ്ദേഹത്തിൻ്റെ പോയട്രിയിലെ മിസ്റ്റിസിസവും സിംബോളിസവും വിപുലമായിട്ട് അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. Mysticism means he primarily writes about God and related things, divine, spiritual. അദ്ദേഹത്തിൻ്റെ പോയട്രിയിൽ പ്രധാനമായും ആത്മീയവും ദൈവികവുമായിട്ടുള്ള വശങ്ങളാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. വില്യം ബ്ലേക്സിൻ്റെ പോയട്രിയിൽ മിസ്റ്റിസിസം ഡീപ്പ് റൂട്ടഡ് ആണ്. അദ്ദേഹം വളരെ ഭാവനാസമ്പന്നനായിരുന്നു. കൂടാതെ സെലസ്റ്റിയൽ വേൾഡ്സിനെയുമായിട്ട് ബന്ധപ്പെട്ട ഉയർന്ന സത്യങ്ങളിലേക്ക് പ്രവേശിക്കാൻ ഈ ഫാക്കൽറ്റിയെ അദ്ദേഹം യൂസ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ മിസ്റ്റിസിസത്തിൻ്റെ ഉപയോഗം ഡിസേണിബിൾ ആണ്. മാരേജ് ഓഫ് ഹെവൻ ആൻഡ് ഹെൽ, ദ ലാംപ് ആൻഡ് ദ ടൈഗർ തുടങ്ങിയ പോയത്തിൽ മിസ്റ്റിസിസവും സിംബോളിസവും അദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ട്. ദ ചിമ്നി സ്വീപ്പർ എന്ന ഈ ഒരു പോയം 1789 സോങ്സ് ഓഫ് ഇന്നസെൻസിൽ പബ്ലിഷ് ചെയ്തതാണ്. 1700കളിൽ ലണ്ടനിൽ താമസിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ആളുകളുടെ ചിമ്നികൾ ക്ലീൻ ചെയ്യുന്ന അപകടകരമായ ജോലി ചെയ്ത് ഉപജീവനം കഴിക്കുന്നതാണ് ഈ ഒരു പോയത്തിൽ പറയുന്നത്. ഈ പോയത്തിൻ്റെ തീംസ് ചൈൽഡ് ലേബർ, കുട്ടികളുടെ ചൂഷണവും ഒരു കഷ്ടപ്പാടും, ഇന്നസെൻസ് ലോസ്റ്റ്, കുട്ടിക്കാലത്തെ നിഷ്കളങ്കതയും ആ ഒരു ഡിസ്ട്രക്ഷനും, ഹോപ്പ് ആൻഡ് ഫ്രീഡം, സോഷ്യൽ ജസ്റ്റിസ്. ഇനി പോയത്തിലേക്ക് കിടക്കാം. ബിഫോർ ദാറ്റ് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലിൻ്റെ ഷോർട്സിൽ ജനറൽ നോളജ് ക്വിസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ അറിയാവുന്ന ആൻസേഴ്സൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി പോയത്തിൻ്റെ ഫസ്റ്റ് സ്റ്റാൻസ് നോക്കാം. വെൻ മൈ മദർ ഡൈഡ് ഐ വാസ് വെരി യങ്. എൻ്റെ അമ്മ മരിക്കുമ്പോൾ ഞാൻ വളരെ ചെറുപ്പമായിരുന്നു. സ്പീക്കറിൻ്റെ ദുർബലതയും നഷ്ടവുമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ആൻഡ് മൈ ഫാദർ സോൾഡ് മീ വൈൽ യെറ്റ് മൈ ടങ്. എൻ്റെ നാവുള്ളപ്പോൾ തന്നെ എൻ്റെ പിതാവ് എന്നെ വിറ്റു. അതായത് അത്രയും ചെറുപ്പത്തിൽ തന്നെ ജോലിക്ക് പറഞ്ഞയച്ചു എന്നാണ് ഉദ്ദേശിക്കുന്നത്. വൈൽ യെറ്റ് മൈ ടങ്, നാവുള്ളപ്പോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വാക്കുപോലും പറയാൻ കഴിയാത്ത വിധം ചെറുപ്പത്തിൽ അവനെ അവൻ്റെ അച്ഛൻ ഒരു മാസ്റ്റർ സ്വീപ്പർക്ക് വിറ്റു എന്നതാണ് പറയുന്നത്. ഇവിടെ പിതാവിൻ്റെ ക്രൂരതയും ചൂഷണവുമാണ് വെളിപ്പെടുത്തുന്നത്. കുഡ് സ്കാസ്ലി ക്രൈ, വീപ്പ് 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 വീപ്പ്. അവൻ നിരന്തരം കരഞ്ഞു. അതായത് സ്പീക്കറിൻ്റെ ആ ഒരു യുവത്വ നിസ്സഹായതയാണ് ഇവിടെ പറയുന്നത്. സോ യുവർ ചിമ്നീസ് ഐ സ്വീപ്പ് ആൻഡ് ഇൻ സൂട്ട് ഐ സ്ലീപ്പ്. അതിനാൽ ഞാൻ നിങ്ങളുടെ ചിമ്നികൾ തൂത്തുവാരുന്നു, ഞാൻ ഉറങ്ങുന്നു. അതായത് ചെറുപ്പം മുതലേ ചിമ്നികൾ വൃത്തിയാക്കുകയും അത് വൃത്തിയാക്കാതെ തൻ്റെ ശരീരത്തിനുള്ളിൽ രാത്രി ചിലവഴിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതായത് നിർബന്ധിത ജോലിയും ദയനീയമായ ജീവിത സാഹചര്യങ്ങളുമാണ് ഇവിടെ പറയുന്നത്. ഇനി സെക്കൻഡ് സ്റ്റാൻസ. There's little Tom Dacre who cried when his head, that curled like a lamb's back, was shaved. ലാമ്പിൻ്റെ പുറം പോലെ ചുരണ്ട തല മൊട്ടയടിച്ചപ്പോൾ കരഞ്ഞ ഒരു ലിറ്റിൽ ടോം ഡാക്രയുണ്ട് എന്നാണ് പറയുന്നത്. സോ ഐ സെഡ് ഹഷ് ടോം, നെവർ മൈൻഡ് ഇറ്റ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, സൈലൻസ് ടോം, അത് കാര്യമാക്കേണ്ട. For when your head's bare, you know that the suit cannot spoil your white hair. കാരണം നിങ്ങളുടെ തല നഗ്നമായിരിക്കുമ്പോൾ നിങ്ങളുടെ വെളുത്ത മുടി നശിപ്പിക്കാൻ സൂട്ടിന് കഴിയില്ലെന്ന് നിങ്ങൾക്കറിയാം. ഇവിടെ ടോം ഡാക്രയുടെ ഒരു ദയനീയമായിട്ടുള്ള ഒരു കഥ പറയാണ്. ബ്ലേക്കിൻ്റെ പല രചനകളിലും ഈ വ്യക്തിത്വം വളരെ പ്രസിദ്ധമാണ്. ഇവിടെ ടോം ഡാക്രെ എന്ന് പറയുന്നത് അവനെ ജീവിച്ചിരുന്നത് ലേഡീസ് ഡാക്രയുടെ ആംസ് ഹൗസിലായിരുന്നു. അത് ബക്കിംഗ്ഹാം റോഡിനും സെൻറ്റ് ജെയിംസ് സ്ട്രീറ്റിനും ഇടക്കായിരുന്നു ഈ ഒരു ആംസ് ഹൗസ് ഉണ്ടായിരുന്നത്. അതിലായിരുന്നു ഈ ടോം ഡാക്രെ ജീവിച്ചിരുന്നത്. ദരിദ്രർക്ക് മാത്രം ദത്തെടുക്കാൻ അനുവാദമുള്ള അനാഥരായിരുന്നു ആംസ് ഹൗസിലെ അന്തേവാസികൾ. ഒരു വളർത്തു പിതാവായിരിക്കാം ടോമിനെ മാസ്റ്റർ സ്വീപ്പർക്ക് വിറ്റത്. ഒരു ലാമ്പിൻ്റെ പിൻഭാഗം കമ്പിളിക്കായിട്ട് ഷേവ് ചെയ്യുന്നത് പോലെ തല മൊട്ടയടിച്ചപ്പോൾ ടോം കരഞ്ഞു എന്നാണ് പറയുന്നത്. പക്ഷേ കരയരുതെന്നും സമാധാനം പാലിക്കണമെന്നും നരേറ്റർ എന്ത് ചെയ്യാണ്, ടോമിനോട് പറയുകയാണ്. മുടിയില്ലാതെ പേൻ പെരുകുകയില്ല, അതേപോലെ തന്നെ മുടിക്ക് തീ പിടിക്കാൻ സാധ്യതയില്ല എന്നതിനാൽ ശാന്തനായിരിക്കാൻ ടോമിനോട് എന്ത് ചെയ്യാണ് നരേറ്റർ പറയാണ്. ഓക്കെ.
ലാമ്പ് സിംബലൈസ് ചെയ്യുന്നത് ഇന്നസെൻസ് പ്യൂരിറ്റിയാണ്. വൈറ്റ് ഹെയർ സിംബലൈസ് ചെയ്യുന്നത് കളങ്കമില്ലാത്ത നിഷ്കളങ്കതയാണ്. സൂട്ട് സിംബലൈസ് ചെയ്യുന്നത് കറപ്ഷൻ ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ ആണ്. ഇനി തേർഡ് സ്റ്റാൻസ നോക്കാം. ആൻഡ് സോ ഹി വാസ് ക്വയറ്റ് ആൻഡ് ദാറ്റ് വെരി നൈറ്റ്. അങ്ങനെ ആ രാത്രി തന്നെ അവൻ നിശബ്ദനായിരുന്നു. ആസ് ടോം വാസ് സ്ലീപ്പിംഗ് ഹി ഹാഡ് സച്ച് എ സൈറ്റ്. ടോം ഉറങ്ങുകയായിരുന്നതിനാൽ ഒരു കാഴ്ച കണ്ടു. That thousands of sweepers, Dick, Joe, Ned and Jack, well, all of them looked up in coffins of black. ആയിരക്കണക്കിന് സ്വീപ്പേഴ്സിനെ ഡിക്ക്, ജോ, നെഡ്, ജാക്ക് എന്നിവരെയെല്ലാം കറുത്ത ഒരു ശവപ്പെട്ടിയിൽ പൂട്ടിയിരിക്കുന്നതാണ് ആ കണ്ട കാഴ്ച. അതായത് അതേ രാത്രി തന്നെ ഉറങ്ങുമ്പോൾ ടോം ഒരു അത്ഭുതകരമായിട്ടുള്ളൊരു കാഴ്ച കാണാണ്. ഡിക്ക്, ജോ, നെഡ്, ജാക്ക് എന്നിങ്ങനെ പേരുള്ള നിരവധി ചിമ്നി സ്വീപ്പർമാരുടെ മരണം സ്വപ്നം കാണാണ് ഈ ഒരു ടോം. ഈ മനുഷ്യരുടെ അവശിഷ്ടങ്ങളൊക്കെ ഇരുണ്ട മരം കൊണ്ട് നിർമ്മിച്ച കൂടുകൾ പോലെയുള്ളൊരു ശവപ്പെട്ടിയിലായിട്ടാണ് ഈ ടോം സ്വപ്നം കാണുന്നത്. കോഫിൻസ് ഓഫ് ബ്ലാക്ക് സിംബലൈസ് ചെയ്യുന്നത് ഡാർക്ക്നെസ്, എക്സ്പ്ലോയിറ്റേഷൻ, ഡെത്ത് എന്നിവയൊക്കെയാണ്. ഇനി ഫോർത്ത് സ്റ്റാൻസ നോക്കാം. And by came an angel who had a bright key, and he opened the coffins and set them all free. ഒരു ബ്രൈറ്റ് കീയുമായിട്ട് ഒരു ഏഞ്ചൽ വന്നിട്ട് ശവപ്പെട്ടികളൊക്കെ എന്ത് ചെയ്യാണ്, തുറന്ന് എല്ലാവരെയും സ്വതന്ത്രരാക്കുകയാണ്. Then down a green plain leaping, laughing they run, and wash in a river and shine in the sun. പിന്നെ ഒരു പച്ച സമതലത്തിലൂടെ ചാടി ചിരിച്ചുകൊണ്ട് അവർ ഓടുന്നു. ഒരു നദിയിൽ വാഷ് ചെയ്യുന്നുണ്ട് അവർ, സൂര്യനിൽ ഷൈൻ ചെയ്യുന്നുണ്ട് അവർ. അതായത് ഇവിടെ ഒരു ഏഞ്ചൽ വന്നിട്ട് ശവപ്പെട്ടി തുറന്നു വിടുകയാണ്. സ്വതന്ത്രരാക്കപ്പെട്ട ചെറിയ ചിമ്നി സ്വീപ്പേഴ്സ് ഒരു പച്ച വയലിലൂടെ ഓടി ഒരു നദിയിൽ കുളിച്ചിട്ട് തുടർന്ന് വെയിലത്ത് ഉണക്കിയാണ്. കളങ്കമില്ലാത്തൊരു തിളക്കമായിരുന്നു അവർക്കപ്പോൾ. അതായത് ചൈൽഡ് ലേബർ, ചൂഷണം, അടിമത്തം എന്നിവയുടെ ചങ്ങലകളിൽ നിന്ന് ഒടുവിൽ മോചിതരായ ചിമ്നി സ്വീപ്പേഴ്സിനെ കുറിച്ചാണ് പോയറ്റ് ഉദ്ദേശിക്കുന്നത്. ഗ്രീൻ പ്ലെയിൻ സിംബലൈസ് ചെയ്യുന്നത് നാച്ചുറൽ, ഫ്രീഡം, റെജുവനേഷൻ ഒക്കെയാണ്. റിവർ സിംബലൈസ് ചെയ്യുന്നത് പ്യൂരിഫിക്കേഷൻ ആൻഡ് റിന്യൂവൽ ആണ്. ഇനി ഫിഫ്ത്ത് സ്റ്റാൻസ് നോക്കാം. ദ നേക്ഡ് ആൻഡ് വൈറ്റ്, ഓൾ ദെയർ ബാഗ്സ് ലെഫ്റ്റ് ബിഹൈൻഡ്. നേക്ഡ് ആൻഡ് വൈറ്റ് ആയിട്ടുള്ളവർ അവരുടെ ബാഗ്സൊക്കെ ഉപേക്ഷിച്ചു എന്നാണ് പറയുന്നത്. ദേ റൈസ് അപ്പോൺ ക്ലൗഡ്സ് ആൻഡ് സ്പോട്ട് ഇൻ ദ വിൻഡ്. അവർ മേഘങ്ങൾക്ക് മീതെ ഉയരുകയും കാറ്റിൽ കളിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. നേക്ഡ് ആൻഡ് വൈറ്റ്സ് സിംബലൈസ് ചെയ്യുന്നത് ഇന്നസെൻസ് ആൻഡ് പ്യൂരിറ്റി ആണ് കേട്ടോ. ആൻഡ് ദ ഏഞ്ചൽ ടോൾഡ് ടോം ഇഫ് ഹി ഹാഡ് ബി എ ഗുഡ് ബോയ് ഹി ഹാഡ് ഹാവ് ഗോഡ് ഫോർ ഹിസ് ഫാദർ ആൻഡ് നെവർ വാണ്ട് ജോയ്. ഏഞ്ചൽ ടോമിനോട് പറഞ്ഞു, അവനൊരു നല്ല കുട്ടിയായിരുന്നെങ്കിൽ അവന് തൻ്റെ ഫാദറായി ഗോഡ് ഉണ്ടായിരിക്കും, ആൻഡ് നെവർ വാണ്ട് ജോയ്. അതായത് നന്നായി പെരുമാറിയാൽ ദൈവത്തെ പിതാവായി ലഭിക്കുമെന്നും ഒരിക്കലും സന്തോഷമില്ലാതെ ജീവിക്കേണ്ടി വരില്ല എന്നുമാണ് ഏഞ്ചൽ ടോമിനോട് പറയുന്നത്. ഗോഡ് ആസ് ഫാദർ സിംബലൈസ് ചെയ്യുന്നത് ലവ് ആൻഡ് പ്രൊട്ടക്ഷൻ ആണ്. ഇനി സിക്സ്ത് സ്റ്റാൻസ് നോക്കാം. ആൻഡ് സോ ടോം അവോക്ക് ആൻഡ് വി റോസ് ഇൻ ദ ഡാർക്ക്. അങ്ങനെ ടോം ഉണർന്നു, ഞങ്ങൾ ഇരുട്ടിൽ നിന്ന് എഴുന്നേറ്റു. ആൻഡ് ഗോഡ് വിത്ത് അവർ ബാഗ്സ് ആൻഡ് അവർ ബ്രഷസ് ടു വർക്ക്. ഞങ്ങൾ ഞങ്ങളുടെ ബാഗുകളും ബ്രഷുകളും ഉപയോഗിച്ച് ജോലിക്ക് പോയി. ത്രൂ ദ മോർണിംഗ് വാസ് കോൾഡ്, ടോം വാസ് ഹാപ്പി ആൻഡ് വാം. മോർണിംഗ് നല്ല തണുപ്പായിരുന്നുവെങ്കിലും ടോം എന്താണ്, സന്തോഷവും ഊഷ്മളനുമായിരുന്നു. സോ ഇഫ് ഓൾ ഡു ദെയർ ഡ്യൂട്ടി ദേ നീഡ് നോട്ട് ഫിയർ ഹാം. അതിനാൽ എല്ലാവരും അവരുടെ കടമ നിറവേറ്റുകയാണെങ്കിൽ അവർ അപകടത്തെ ഭയക്കേണ്ടതില്ല. ഈ സ്റ്റാൻസയിൽ പറയുന്നത് ടോം ഉറക്കിൽ നിന്ന് എഴുന്നേറ്റപ്പോഴുള്ള ഒരവസ്ഥയെക്കുറിച്ചിട്ടാണ്. അതായത് അവൻ്റെ സ്വപ്നം വെറുതെയാണെന്ന് അവൻ തിരിച്ചറിയാണ്. ശേഷം ടോമും മറ്റുള്ള സ്വീപ്പേഴ്സും അവരുടെ ബാഗും ബ്രഷൊക്കെ എടുത്തിട്ട് അവർ ജോലിക്ക് തയ്യാറാവാണ്. ഒരു തണുത്ത പ്രഭാതം ആയിരുന്നിട്ടും സ്വപ്നം കണ്ടതിന് ശേഷം ടോമിന് എന്താണ്, ഒരു ഊഷ്മളതയും സംതൃപ്തിയൊക്കെ തോന്നിയിട്ടുണ്ട്. ഈ പോയത്തിൻ്റെ ലാസ്റ്റ് ലൈനിൽ ഒരു മെസ്സേജ് ഉണ്ട്. സോ ഇഫ് ഓൾ ഡു ദെയർ ഡ്യൂട്ടി ദേ നീഡ് നോട്ട് ഫിയർ ഹാം. അതായത് എല്ലാവരും അവരവരുടെ ഉത്തരവാദിത്തം നിറവേറ്റുകയാണെങ്കിൽ അവർ ഒരു നാശത്തെയും ഭയപ്പെടേണ്ടതില്ല എന്നാണ് പറയുന്നത്. ഈ പോയത്തിൻ്റെ സമ്മറി ഇത്രേ വരുന്നുള്ളൂ. ഇതിൻ്റെ പോയറ്റിക് ഡിവൈസ് അലിട്രേഷൻ, കൺസോണൻസ്, മെറ്റോണിമി, മോട്ടീഫ്, മെറ്റഫർ, എല്യൂഷൻ, ക്വാട്രൻസ്. ഇതൊക്കെയാണ് ഈ പോയത്തിൻ്റെ പോയറ്റിക് ഡിവൈസ് വരുന്നത്.
പോയം അതിൻ്റെ സമ്മറിയും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.